ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹന്നാസ് വേൾഡ്. എല്ലാവർക്കും സ്വാഗതം. റഷ്യയിലെത്തിയിട്ട് നമ്മളിന്ന് രണ്ടാമത്തെ ദിവസമാണ്, മൂന്നാമത്തെ എപ്പിസോഡാണ് കേട്ടോ. നമ്മുടെ റഷ്യൻ വ്ളോഗിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. നമ്മളതിൻ്റെ റെഡ് സ്ക്വയർ എല്ലാം കണ്ടതിന് ശേഷം ക്രെംലിൻ മ്യൂസിയം കാണാൻ പോവുകയാണ്. മ്യൂസിയം മോസ്കോ അവിടെയാണ്. അപ്പം സോവിയറ്റ് ഭരണ കാലത്ത് എന്താ പറയുക, അവിടുത്തെ ഓഫീസുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ അവിടെ നിന്ന് കിട്ടി. ബാക്കിയുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഈ ക്രെംലിൻ മ്യൂസിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, റഷ്യൻ ഭരണകൂടത്തിൻ്റെ ഒരു ഐക്കോണിക് സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ക്രെംലിൻ മ്യൂസിയവും പിന്നെ അതുപോലെ റെഡ് സ്ക്വയറും കണക്കാക്കപ്പെടുന്നു. വേൾഡ് യുനെസ്കോ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് ഈ റഷ്യയിലുള്ള റെഡ് സ്ക്വയറും ക്രെംലിൻ മ്യൂസിയവും കേട്ടോ. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ക്രെംലിൻ എന്ന് പറഞ്ഞാൽ റഷ്യ ഭരിക്കുന്ന രാജവംശം സ്ഥാപിച്ച മോസ്കോയുടെ മധ്യഭാഗത്തുള്ള ഒരു കോട്ടയെന്നാണ്. അപ്പം ഇതിൽ വന്നിരിക്കുന്നത് 5 കൊട്ടാരങ്ങളും 4 കത്തീഡ്രലുകളും ഉൾപ്പെട്ടിട്ടുള്ള വലിയ ഗോപുരങ്ങളടങ്ങിയ ഒരു സംഭവമാണ് ഈ ക്രെംലിൻ മതിലിൻ്റെ ഉള്ളിൽ. സർ ചക്രവർത്തിമാരായിരുന്നു അന്ന് ഭരിച്ചിരുന്നത്. അവരെല്ലാം ഈ ഒരു കോട്ടയുടെ ഉള്ളിലിരുന്നിട്ട് ആണ് റഷ്യ ഭരിച്ചിരുന്നത് കേട്ടോ. കാണുന്നതെല്ലാം 19th 17th സെഞ്ച്വറിയിലുള്ള സംഭവങ്ങളാണ്. അന്നത്തെ ഇതിൻ്റെ വെപ്പൺസും കാര്യങ്ങളൊക്കെ അതൊക്കെ അന്നവർ യുദ്ധത്തിന് വേണ്ടി ചെയ്തിരുന്ന ഒറിജിനൽ സംഭവങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. എഴുതി കറക്റ്റ് ഡേറ്റ് അടക്കം അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല അത്ഭുതം തോന്നും. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരികയാണ്. ഗോൾഡൻ കളറ് പൂശിയ കഴുകൻ്റെ 2 എംബ്ലമുള്ള ഈ ഒരു ബിൽഡിങ്ങാണ് പാലസ് ഓഫ് കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. ഈ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റഷ്യയിൽ തന്നെ ഏറ്റവും അവരുടെ കോൺഫറൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള വലിയൊരു ബിൽഡിങ്ങാണ് കേട്ടോ. വൈറ്റ് മാർബിൾ കൊണ്ടും ഗ്ലാസ് കൊണ്ടും പണിതിരിക്കുന്ന ഒരു വലിയൊരു കെട്ടിടമാണ് ഈ ഒരു ബിൽഡിങ്. ഈ ബിൽഡിങ് വളരെ ഫേമസ് ആണ് കേട്ടോ. 1961 ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. വെറും 16 മാസങ്ങൾ കൊണ്ടാണ് ഈ ഒരു വലിയൊരു കെട്ടിടം പണി തീർപ്പിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കെട്ടിടമാണ് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ക്രെംലിൻ പാലസ്. ഇതിൽ 6000 പേർക്ക് താമസിക്കാം കേട്ടോ. അപ്പോൾ യൂറസ് മാർബിൾ കൊണ്ടാണ് ഈ ഒരു കെട്ടിടം പണിതിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും കൊട്ടാരം എന്നാണ് ഈ ഒരു പാലസ് അറിയപ്പെട്ടിരുന്നത്. അവിടെ കോൺഫറൻസുകളും പിന്നെ സമ്മേളനങ്ങളും സംഗീത കച്ചേരികളും പാർട്ടി മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെയായിരുന്നു ഈ ഒരു പിന്നെ പാലസിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, താഴത്തെ നിലയിൽ 16 മീറ്ററോളം ഭൂമിക്ക് അടിയിലോട്ടാണ് ഇത് ഇവർ പണിതിരിക്കുന്നത്. ഇതിനകത്ത് 6000 പേർക്ക് ഇരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ എല്ലാ ക്രിസ്മസ് ടൈമിലും അതിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. വലിയൊരു പാലസാണ് കേട്ടോ. നമുക്കവിടെ കയറി കാണാനൊന്നും പറ്റത്തില്ല. അങ്ങനെ തന്നെ ഞങ്ങളതെല്ലാം കണ്ടിട്ട് ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ഈ ക്രെംലിൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത്. അതിനുശേഷം ഞങ്ങളത് ഇങ്ങനെ നടക്കുകയാണ്, ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിട്ട്. ഇതിൻ്റെ ഇപ്പുറത്തെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ കാണുന്ന സംഭവമാണ് നമ്മുടെ റഷ്യൻ പ്രസിഡൻ്റായ വ്ളാഡിമിർ പുടിൻ്റെ ഔദ്യോഗിക വസതിയാണ് കേട്ടോ. പുള്ളി അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു കാണുന്ന ഈ ഒരു പിന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കടക്കാൻ പറ്റത്തില്ല. റോഡ് അവിടെ എല്ലാം ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് കടക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയോട് ചേർന്ന് തന്നെയാണ് സർ പിരങ്കിയും സ്ഥിതി ചെയ്യുന്നത്. അവിടെ അത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ ഈ കാണുന്നതാണ് സാർ പീരങ്കി എന്നറിയപ്പെടുന്നത്, സാർ ക്യാനോൺ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇത് ഭയങ്കര ഫേമസ് ആണ്. ലോകത്തിൽ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഉൾപ്പെട്ടുള്ളൊരു ഏറ്റവും വലിയൊരു പീരങ്കി ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇത് നിലവിൽ അവർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ക്രെംലിൻ സംഭവം സംരക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ഒരു അന്നത്തെ പിന്നെ ഭരണാധികാരി ചെയ്തിരിക്കുന്ന ഒരു ക്യാനോണാണ് ഇത് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ തന്നെ പിന്നെ ഇടം പിടിച്ചിട്ടുള്ളൊരു വലിയൊരു സംഭവമാണ് സാർ ക്യാനോൺ. 1586 ഇത് ഇതിൻ്റെ ഒരു പണി കഴിപ്പിച്ചതും അവരത് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതും ബ്രോൺസിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ബ്രോൺസ് കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു
പീരങ്കിക്ക് 40 ടൺ ഭാരമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഈ ഒരു കുഴലിൻ്റെ അറ്റത്ത് സർ ചക്രവർത്തിയുടെ ഒരു തലയുടെ ഭാഗം പോലെ അത് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് സർ കനോൻ എന്നറിയപ്പെടുന്നത്. ഇതൊരിക്കലും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെടിമരുന്നിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. ഒരു തവണയായിട്ട് അങ്ങാണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഹിസ്റ്റോറിക്കലായിട്ട് അറിയപ്പെടുന്ന സംഭവങ്ങൾ ഒരു തവണയങ്ങാണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ എന്തായാലും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ളൊരു വലിയൊരു സംഭവമാണ് സർ കാനോൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സാർ ബെല്ലാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബെല്ലാണ് ഈ സാർ ബെല്ല്. 200 ടണ്ണിൽ കൂടുതൽ ഇതിന് ഭാരമുണ്ട്. 1730 അന്ന ഇന്നോവ ചക്രവർത്തിയുടെ കാലത്താണ് ഈ ഒരു മണി ഉണ്ടാക്കിയതും അവസാനമായിട്ട് മുഴക്കിയതും. പിന്നെ അത് മുഴങ്ങിയിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ കാസ്റ്റിംഗ് സമയത്ത് അത് തകർന്ന് വീണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഒരു 1737 ക്രെംലിനിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി. അപ്പം ഈ ഒരു മണിയുടെ പടിയും കാര്യങ്ങളെല്ലാം പൂർത്തിയായ ടൈമായിരുന്നു. അവിടെ വെച്ച് അത് തീ പിടിച്ചു. അവിടെയുള്ള സ്ഥലങ്ങളിലും ആ ഒരു ക്രെംലിനിലും എല്ലാം തീ പിടിച്ച സമയത്ത് അവിടുത്തെ ആൾക്കാർ ഇതിനകത്തോട്ട് തണുത്ത വെള്ളം ഒഴിച്ചെന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് ഇതിനൊരു 11 വിള്ളൽ ഉണ്ടാവുകയും അത് വീഴുകയും അതിൻ്റെ വലിയൊരു കഷ്ണം അടർന്ന് വീഴുകയും ചെയ്തു. പിന്നീട് അതൊരു പുനഃസ്ഥാപിക്കുക അസാധ്യമായിരുന്നു. ഇതൊരു പുനഃസ്ഥാപിച്ച് കയറ്റുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ട് അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇതിൻ്റെ ഒരു മണി മുഴങ്ങിയാൽ 50-60 കിലോമീറ്റർ അകലെ വരെയും കേൾക്കുമെന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു പവർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മോസ്കോയിലും മുഴുവനും കത്തറിടലുകളും സംഭവങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഈ ഒരു ബെല്ലും കാര്യങ്ങളൊക്കെ ബെല്ലും മണിയുടെയും സംഭവങ്ങളെല്ലാം അവിടെ ഫേമസ് ആണ്. അപ്പം ഈ ഒരു 50-60 കിലോമീറ്റർ അകലെ വരെയും ഈ ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അത്ഭുതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അത്രയ്ക്കും വലിയൊരു സംഭവമാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു മ്യൂസിയത്തിലോട്ട് വരികയാണ്. ഇനി ഇവിടെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 5 കൊട്ടാരങ്ങളും 4 കത്തറിടലുകളും അടങ്ങിയതാണ് ഈ ക്രെംലിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന എല്ലാം കത്തറിടലുകളാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ക്രെംലിൻ മ്യൂസിയത്തിലോട്ടാണ്. ക്രെംലിൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കച്ചവട സാധനങ്ങൾ വെച്ചിരിക്കുന്നതാണ്. കുറേ എംബ്ലങ്ങളും അതിൻ്റെ ബിൽഡിങ്ങിലും റഷ്യനെ കുറിച്ചുള്ള ഈ മാഗ്നറ്റുകളും അങ്ങനെയുള്ള കീയുടെ ഇതുണ്ടല്ലോ, ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അതുപോലെ ബുക്സുകളും ഒരുപാട് ഐറ്റംസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഭയങ്കര വിലയാണ് കേട്ടോ. നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്നും അത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നിന്നും വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു വിലയൊക്കെ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മേലോട്ട് നോക്കുമ്പോൾ ഈ ഒരു ചർച്ചാണ്. ഈ ചർച്ചിൻ്റെ മേലോട്ട് നോക്കുമ്പോൾ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സംഭവങ്ങളാണ്. പിന്നെ യേശുവിൻ്റെ ക്രൂശീകരണവും യേശുവിൻ്റെ ഹിസ്റ്ററി തന്നെ അവർ ഈ ഒരു വോളിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് ഗോൾഡൻ കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് നമുക്ക് അവിടെ ഒന്നും പിടിക്കാനൊന്നും പറ്റത്തില്ല. എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് റഷ്യൻ ലാംഗ്വേജിലും അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഭയങ്കര ഹൈറ്റാണ് ഈ ഒരു ചർച്ചിനെല്ലാം എന്നുള്ളതാണ് വലിയൊരു സ്പെഷ്യാലിറ്റി. അതുപോലെ തന്നെ ഈ ഒരു ചർച്ചിൻ്റെ ഉള്ളിൽ വലിയ 2 തൂണുകൾ കാണാം. ഈ തൂണിൻ്റെ ഉള്ളിലെല്ലാം ഇതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അവർ വരച്ചിട്ടാണോ എന്താക്കി വെച്ചേക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇത് കണ്ട മദർ ഓഫ് ഗോഡ് വിത്ത് റോസ്റ്റോവ് സാൻഡ് അങ്ങനെയുള്ള ഇതിൻ്റെ ഒരു ബുക്ക് പോലൊരു എംബ്ലമാണ് ആ കാണുന്നത്. അൾത്താര പോലെ കാണുന്ന ഈ ഒരു സംഭവം നമുക്ക് ഇവിടെ തൊടാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ കാണുക, അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇതിൻ്റെ മുകൾ വശത്തോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ വലിയൊരു ചരിത്രം തന്നെ എഴുതി വെച്ചേക്കുന്ന പോലെ ചിത്രം കൊണ്ട് അവർ വരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ പിന്നെ ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഈ വിളക്കുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് പെടുന്നതാണ്.
നമ്മുടെ കൂടെ വന്ന ഇന്ത്യൻസ് അല്ലാണ്ട് തന്നെ ഒരുപാട് വിദേശികളുണ്ട് കേട്ടോ. റഷ്യയിലുള്ള ആൾക്കാരും സ്റ്റുഡൻസും കുഞ്ഞുങ്ങളും ഒക്കെ ഈ ഒരു സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അവർ മാസ്ക് ഇടാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുള്ള് ഗോൾഡൻ കാര്യങ്ങളും പിന്നെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ജസ്റ്റ് ഞാനിങ്ങനെ നോക്കി പോവുകയാണ്. നമുക്കിവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇരുന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് വീട്ടിൽ നിന്ന് വിളിച്ചത്. മക്കളെയൊക്കെ കാണാം. ഇത് നമ്മുടെ അങ്കിളാണ്. അപ്പം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഇത്രയും ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസിലൊക്കെ വരുമ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പം ഇതൊരു അൾത്താര പോലുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ്. അങ്ങോട്ടേക്കൊന്നും അവിടെയൊക്കെ അവർ ഒരു കയറ് വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് സെൻസറൊക്കെ അടിക്കും. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് അവരത് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ബിൽഡിങ്സിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല ചൂടാണ് കേട്ടോ. പുറത്ത് നല്ല തണുപ്പാണ്, അകത്ത് നല്ല ചൂടാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അവർ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിതിരിക്കുന്നത്. മഴയല്ല, മഞ്ഞ് വീഴുന്ന, മഞ്ഞ് പെയ്യുന്നത് കണ്ടു. പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. കുറേ ചൂട്. നിങ്ങൾക്ക് കാണാമോ ഈ മഞ്ഞ് വീഴുന്നത്? അതിനുശേഷം നമ്മൾ ഇനി കയറാൻ പോകുന്നത് ക്രെംലിൻ മ്യൂസിയത്തിന് ക്രെംലിൻ സ്ക്വയറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആർച്ച് ഏഞ്ചൽ കത്തീഡ്രലിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു കത്തീഡ്രലിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. കുറേ പേരെ അടക്കം ചെയ്തിരിക്കുന്ന വർഷങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കത്തീഡ്രലിൻ്റെ പേരാണ് ആർച്ച് ഏഞ്ചൽ കത്തീഡ്രൽ. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചാണ്. ഈ ഒരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്നാണ് ഈ ഒരു കത്തീഡ്രൽ അറിയപ്പെടുന്നത്. 1462-ലും 1462-ൻ്റെയും 1505-ൻ്റെയും ഇടയിലാണ് ഈ ഒരു ആർച്ച് ഏഞ്ചൽ ചർച്ചിൻ്റെ പണി കഴിപ്പിച്ചത്. ഗ്രാൻഡ് ഡ്യൂക്ക് ഇവാൻ രാജാവാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. 1737 ക്രെംലിനിലുണ്ടായ ഫയറിൽ ഈ ഒരു ചർച്ചിന് കുറേ ഡാമേജ് സംഭവിച്ചു. പിന്നെ മസ്കോവിറ്റ് രാജകുമാരന്മാരുടെയും സർ ചക്രവർത്തിമാരുടെയും ശവകുടീരമായിട്ട് ഇന്നും ഇത് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് കാണാം, ഒരുപാട് ശവകുടീരങ്ങൾ കാണാം. ഗോൾഡൻ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 1282-ലും 1696 വരെയുള്ള പ്രഭുക്കന്മാരുടെ ശവകുടീരവും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തൂണുകളിൽ രാജാക്കന്മാരുടെയും സർമാരുടെയും ചിത്രങ്ങൾ ഒരുപാട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആർച്ച് ഏഞ്ചൽ ചർച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് ചർച്ച്, നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്ത ചർച്ച്. അപ്പം ഇതിൻ്റെ ചുറ്റും നമ്മുടെ ഈ ഒരു സ്ക്വയറിൽ തന്നെ 4 ചർച്ച് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം 4 ചർച്ച് നമ്മൾ വിസിറ്റ് ചെയ്യുന്നില്ല. ആർച്ച് ഏഞ്ചൽ ചർച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഷോപ്പുണ്ട്, ആ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ തന്നെ.
അപ്പം നമ്മുടെ നമ്മുടെ ഇവിടെ ഇന്ത്യൻ മണി വെച്ചൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ബക്കറ്റ് KFC ചിക്കൻ വാങ്ങിക്കുവാണെങ്കിൽ 1500 സംതിങ് അങ്ങനെ പോകും. പക്ഷേ ഇവിടെ ഫുഡിന് ഇപ്പം ഞങ്ങൾ അത്രയും വാങ്ങിച്ചിട്ട് ഒരു ബക്കറ്റ് KFC ചിക്കൻ വാങ്ങിച്ചിട്ട് 800 എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, വിത്ത് ജ്യൂസ് എല്ലാം കൂടെ കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫുഡിന് വളരെ വില കുറവാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും അപ്പുറത്താണ് ഈ ഷോപ്പിംഗ് മാള്. അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്.
ഫസ്റ്റ് ഫ്ലോറിൽ ഫുഡ് കോർട്ടും കാര്യങ്ങളും വരുന്നു, സെക്കൻഡ് ഫ്ലോറിൽ അല്ലാത്ത ഷോപ്പിംഗ് മാളായിട്ട് വരുന്നു. ഇരിക്കുന്നത്
ഇപ്പോൾ ഫോട്ടോഗ്രാഫി സെക്ഷനാണ്. അപ്പുറത്തെ സൈഡിലെല്ലാം നമ്മുടെ കൂടെ വന്നിരുന്ന ആൾക്കാരെല്ലാം ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ആ ഒരു ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും മോസ്കോയുടെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നും ചെയ്യുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും തെറ്റുകൾ വീഡിയോയിൽ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. താങ്ക് യു.